മാഗ്നസ് എറിക്സൺ മിഗായൽ സ്റ്റാറെ സൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു പേരാണിത്. നമുക്കറിയാം അദ്ദേഹം ഒരു സ്വീഡൻ മിഡ്ഫീൽഡറാണ്, വളരെ മികച്ചൊരു മിഡ്ഫീൽഡറാണ്. സ്വീഡന് വേണ്ടി 4 മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി അത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മാഗ്നസ് എറിക്സൺ അദ്ദേഹത്തിൻ്റെ കറണ്ട് ക്ലബ്ബായ ജുഗാർഡൻ IF വിട്ടിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം പുതിയൊരു ക്ലബ്ബിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് പുതിയൊരു കോണ്ടിനെൻ്റിലുള്ള ക്ലബ്ബാണ്. നമുക്കറിയാം അദ്ദേഹം സ്വീഡിഷിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. മിക്കവാറും അദ്ദേഹം ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ ഏറ്റവും കൂടുതൽ ലിങ്കപ്പ് കേൾക്കുന്നത് മിഗായൽ സ്റ്റാറയും അതുപോലെ തന്നെ മാഗ്നസ് എറിക്സണും തമ്മിലാണ്. അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കും എന്ന തരത്തിലാണ് റൂമറുകൾ കേൾക്കുന്നത്. സോ ഒന്നിച്ച് കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മാഗ്നസ് എറിക്സൺ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മുടെ മാർക്കസ് മെർഗല ഒരു കാര്യം പറഞ്ഞിരുന്നു, കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തിയിട്ടുണ്ടെന്ന്. എന്തായാലും അത് വലിയ സൈനിങ് ആണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഒരുപക്ഷെ ഇത് മാഗ്നസ് എറിക്സൺ ആണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ക്ലബ്ബ് ഇതുവരെ ഒഫീഷ്യലായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് ഒന്നും നടത്തിയിട്ടില്ല. എന്തായാലും ആ ട്രാൻസ്ഫർ മാർക്കറ്റ് 12-ാം തീയതി തുറക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. സോ അതിന് ശേഷമായിരിക്കും എനിക്ക് തോന്നുന്നു മിക്കവാറുള്ള ട്രാൻസ്ഫർ എല്ലാം നടക്കാൻ സാധ്യത. പിന്നെ ജൂലൈയിൽ പ്രീ സീസൺ തുടങ്ങിയാണ്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു ജൂണിൽ തന്നെ എല്ലാ സൈനിങ്ങും നടത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്.